നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ നക്ഷത്ര പൊരുത്തത്തെക്കുറിച്ചാണ്. പൊതുവെ ഹൈന്ദവ വിശ്വാസികളെല്ലാം ജാതകം നോക്കി വിവാഹം കഴിക്കുന്നവരും പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ എന്താണ് ഈ നക്ഷത്ര പൊരുത്തത്തിന്റെ പ്രത്യേകതകൾ? അങ്ങനെ അത്തരത്തിലാണോ വിവാഹം നടത്തേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമോ സർ? നമ്മളിത് പല എപ്പിസോഡുകളിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം പൊരുത്തം നോക്കുന്നതിൻ്റെ ആവശ്യകത, അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകത എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് അപ്പോൾ ചില സന്യാസിമാർ തന്നെ മറ്റേ പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് ഈ പൊരുത്തത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പ്, അത് ഹൈന്ദവ സന്യാസിമാരാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഒന്നും ഇത് നോക്കുന്നില്ല. പിന്നെ ഈ ആവശ്യമില്ലാത്തൊരു വിശ്വാസത്തിൻ്റെ പിന്നാലെ ജനത്തിനെ വലിച്ചഴിച്ച് ജ്യോത്സ്യന്മാർ കൊണ്ടുപോകുന്നതൊക്കെ തട്ടിപ്പെന്നൊക്കെ പറഞ്ഞിട്ട് സന്യാസിമാർ. അപ്പോൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സന്യാസിമാർ എന്ന് പറഞ്ഞാൽ അവരാരാ ശരിക്കും? സന്യാസിമാർ എന്നാൽ ജനങ്ങൾക്ക് ദിശാബോധം നൽകി ലോകത്തെ നയിക്കേണ്ടവരാണ് സന്യാസിമാർ. അപ്പോൾ നമ്മൾ മുമ്പ് സന്യാസി ആരാണെന്നുള്ള സന്യാസി ധർമ്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു എപ്പിസോഡുകൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി പറയാം. അപ്പോൾ നമുക്കിപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ ഉത്ബോധിപ്പിക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ നമ്മളുടെ അടുത്ത് ചിലർ നമ്മുടെ ഹൈന്ദവർ തന്നെ വിളിച്ചു ചോദിക്കാറുണ്ട്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊന്നും പൊരുത്തം നോക്കാറില്ല, പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഈ സാമാന്യമുള്ളൂ, എന്നിട്ട് ഈ വേണ്ടാത്തതിൻ്റെ പിന്നാലെ പോകുന്നു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കൾ ഇത്രയും ഇതിലേക്ക് വരാൻ കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, അവിടുത്തെ ജോലി, സമ്പത്ത്, ഇതെല്ലാം വരുമ്പോഴാണ് ഈ പൊരുത്തം വേണ്ട ഇവരെന്ന് ആ ന്യായങ്ങൾ, അതാ യുക്തി പ്രയോഗിക്കണം എപ്പോഴാണെന്ന് വെച്ചാൽ അത് കിട്ടണം. അപ്പോൾ മറ്റേ ക്രിസ്ത്യാനിയുടെയും മുസ്ലിങ്ങളുടെയും നേരേക്ക് അങ്ങ് ചാരും. അപ്പോൾ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹമല്ല ഒത്തിരി പേര് ജാതകമുള്ളവരും ഈ പൊരുത്തം നോക്കിയും മുഹൂർത്തം നോക്കി വിവാഹം കഴിപ്പിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ കാലം മാറിയതൊന്നും ഈ പറയുന്ന ആളുകൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും കാലം ഒത്തിരി മാറിപ്പോകുന്നു, പക്ഷേ അവരിപ്പോഴും അവിടെ നിൽക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇത്രയും സ്പീഡിലേക്ക് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ടും അവരതിൽ നിന്ന് പോന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പൊരുത്തം നോക്കുമ്പോൾ പറ്റുന്ന വേറൊരു അബദ്ധം, പലരും പൊരുത്തം നോക്കുമ്പോൾ ആചാര്യന്മാർ പൂർവികമായിട്ട് കണ്ടെത്തിയ പൊരുത്തങ്ങളല്ലാതെ കണ്ട് ഇന്ന് കാലത്തിനനുസരിച്ച് കോലം കെട്ടാനൊരു പഠിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ദൂഷ്യഫലം ജനം അനുഭവിക്കുന്നുണ്ട്. കാരണം പലരും വരുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് 4 പേരെ അടുത്ത് നോക്കി, 5 പേരെ അടുത്ത് നോക്കി, പ്രഗത്ഭരുടെ അടുത്ത് നോക്കി, 6 പേര് 7 പേര് 10 പേരെ അടുത്ത് നോക്കി, 10-ൽ 9 പൊരുത്തമുണ്ട്. പൊരുത്തമൊക്കെ കഴിഞ്ഞപ്പോൾ 3 മാസം 4 മാസം അല്ലെങ്കിൽ 6 മാസമായപ്പോഴേക്കും ഡിവോഴ്സായി വീട്ടിലുണ്ട്. അപ്പോൾ ആ പൊരുത്തം നോക്കണതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ പലരും പൊരുത്തം നോക്കുന്നത് ബുക്കിൽ ഇങ്ങനെ പൊരുത്തശോധന എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ആ ബുക്കിൻ്റെ ബാക്കിലുള്ള നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 നാൾ കൊണ്ട് ചെല്ലുമ്പോൾ ഇത് നോക്കിയിട്ട് അങ്ങ് ടിക്കടിക്കും. എന്നിട്ട് ആ ചാർത്തിലുണ്ടാവും ഇത്ര പൊരുത്തം 9:30, 5:30, 7:30 എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പൊരുത്തം നോക്കി അങ്ങ് കൊടുക്കും. കുഴപ്പമില്ല എന്ന് പറയും. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആചാര്യന് കുഴപ്പമില്ല എന്ന് പറഞ്ഞോളൂ, അല്ലാതെ ദമ്പതികൾക്ക് കുഴപ്പമുണ്ടാവും. അപ്പോൾ പൊരുത്തം നോക്കുന്നതിൻ്റെ പ്രധാനം അത് തന്നെ ഈ ഇതിലേക്ക് കയറുമ്പോൾ സംഭവിക്കുന്നത് പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് സാധാരണ മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഒറ്റ നാൾ ഒത്തുവാഴും എന്നാണ് പറയുന്നത്. ഒറ്റ നാൾ ഒരു നാളാണ് വരുന്നതെങ്കിൽ ഒത്തുവാഴുമെന്ന് പറയുന്നത്. 2 നാൾ 2-ാം നാൾ മിണ്ടൂല എന്ന് പറയാം. 2-ാം നാൾ മിണ്ടൂല, അതായത് 2 നാളാണ് വരണമെങ്കിൽ മിണ്ടൂല എന്ന് പ്രശ്നമായിരിക്കും എന്നുള്ള രീതിയിൽ. 3 നാൾ വന്നാൽ മുടി ചൂടി വാഴും എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. മുടി ചൂടി വാഴും. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വിരുദ്ധാഭിപ്രായമാണ്. കാരണം ഒറ്റ നാൾ അമർന്ന് വാഴും എന്ന് പറയാം. അമർന്നെന്ന് പറഞ്ഞാൽ ബലം പിടിച്ച് വാഴും. അതായത് ഒരു നാഴി മറ്റൊരു നാഴിയിലേക്ക് ഇറങ്ങോ? ഇല്ല. അപ്പോൾ ഒറ്റ നാൾ അമർന്ന് വാഴുമെന്ന് പറഞ്ഞാൽ 2 പേരും ഒരേ ബലം പിടുത്തായിരിക്കും. കാരണം ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കാൻ വേണ്ടി പൊരുത്തം നോക്കണേ. അപ്പോൾ ആരെങ്കിലും വിടണമല്ലോ. അപ്പോൾ വിടണമെന്നുണ്ടെങ്കിൽ വേറെ നക്ഷത്രമായിരിക്കണം. അപ്പോൾ അങ്ങനെയും കൂടി കണക്ക് കൂട്ടണം. അപ്പോൾ നമ്മളൊരു ആചാര്യം വലിയ പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം, ഇങ്ങനെയുള്ള യുക്തി പ്രയോഗിക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഒറ്റ നാൾ അമർന്ന് വാഴും, അല്ലാതെ ഒന്നിച്ചല്ല വാഴണേ, അടിച്ച് തന്നെ വാഴുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, നമ്മളിന്ന് ഇവിടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ തങ്ങിയ ഹോട്ടലിൽ ലോഡ്ജിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ജോത്സ്യനാന്ന് പറഞ്ഞപ്പോൾ ഒരു വീട്ടിൽ 3 നാൾ ഒരുമിച്ച് വന്നാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു 3 നാൾ ആരുടെയൊക്കെ എന്ന് ചോദിച്ചു. 3 നാൾ ഒരുമിച്ച് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ആരുടെയെന്ന് ചോദിച്ചു. അപ്പോൾ 1 ഭാര്യയുടെയും കുട്ടിയുടെയും എൻ്റെയും, അപ്പോൾ 3. അപ്പോൾ ഞാൻ പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമാണ്, കാരണം 2 ഒരു നാളല്ലേ. അപ്പോൾ ആൾ ചോദിച്ചാൽ എന്താ ദൂഷ്യം? വേറെ ദൂഷ്യമൊന്നുമില്ല, തമ്മിൽ തല്ലി തന്നെ പോവുള്ളൂ. അതങ്ങനെയല്ലെന്ന് വെച്ചാൽ അതെന്നും പറഞ്ഞു. അതിന് വല്ല പരിഹാരം ഉണ്ടോ എന്ന് വെച്ചാൽ അതിന് വേറെ പരിഹാരമൊന്നുമില്ല. അതറിഞ്ഞല്ലോ, പഠിച്ച് ജീവിക്കുക, ആദ്യം ക്ഷമിക്കുക, പിന്നെ ശീലമാക്കുക. കാരണം ഇതൊക്കെ മുമ്പ് നോക്കണേ. അപ്പോഴാണ് പറഞ്ഞത് ഇതൊക്കെ മുമ്പ് വലിയ വിദ്വാൻ്റെ അടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങേർക്കാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആർക്ക്?
ചേർത്ത വിദ്വാന് കുഴപ്പമില്ല, അയാൾക്ക് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് കുഴപ്പമെന്ന് മനസ്സിലായി പോകാമെന്ന് പറഞ്ഞു. ഈ പറയുന്ന അറിവുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ നോക്കുന്ന ആചാര്യൻ ഇതൊന്നും നമ്മൾ പറയുന്നതൊന്നും അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, അപ്പോൾ അങ്ങേർക്ക് ഇത് അംഗീകരിക്കണമെങ്കിൽ വേണ്ട, നമുക്ക് വഴി പോകാൻ കുഴപ്പമില്ല, ആൾ പറഞ്ഞ് കേൾക്കണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ വേറൊരു സംഭവം, ഇരുന്നാൾ ഇരുന്ന് വാഴും എന്ന് പറഞ്ഞാൽ അശ്വതിയും ഭരണിയാണെങ്കിൽ അവർ ഇരുന്ന് തന്നെ ആണുള്ളൂ. കാരണം ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരാൾ ദേവഗണവും മറ്റേ ആൾ മനുഷ്യഗണമാണ്. അപ്പോൾ അങ്ങനെ ഗണത്തിൽ പോലും മാറ്റം വരുന്നുണ്ട്. കാരണം രണ്ടും ഒരു അധിപനായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരങ്ങോട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം രണ്ടുപേർക്ക് രണ്ടഭിപ്രായമായിരിക്കും. നാളിൻ്റെ ഗുണം പോലും രണ്ടായിട്ടാണ് കാണിക്കണം. അപ്പോൾ അതാണ് ഇരുന്നാൾ. ഇത് തന്നെ വിദ്വാൻമാർ പറഞ്ഞ രണ്ടാം നാൾ മിണ്ടൂല്ല എന്ന്. ഞാനിത് തന്നെ ഞങ്ങളുടെ ജ്യോതിഷ സംഘടനയിൽ നിന്നപ്പോൾ അതിൻ്റെ മെയിൻ ആളോട് ഇങ്ങനെ ചോദിച്ചു, ഒരു ദിവസം ഫോണിലൂടെ ചോദിച്ചു, ഈ ഇരുന്നാൾ ചേർക്കില്ല എന്ന് പറഞ്ഞ കാരണം ചോദിച്ചു. ആൾ പെട്ടെന്ന് അങ്ങ് സ്തംഭിച്ചു പോയി, ഒന്നും മിണ്ടണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ അഭിപ്രായം ശരിയായാലും തെറ്റായാലും എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ആളൊക്കെ പ്രായമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ നമ്മളെക്കാളൊക്കെ ഒത്തിരി പ്രായമുള്ള ആൾ, പിന്നെ വളരെ പണ്ഡിത ശ്രേഷ്ഠൻ, ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചപ്പോൾ ആൾ പിന്നെ അതിനെക്കുറിച്ച് മിണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജ്യോതിഷ സംഘടനയിൽ വൈസ് പ്രസിഡൻ്റായിരുന്ന ലേഡി, അവരുടെയും ഭർത്താവിൻ്റെ നാൾ ഇരുന്നാളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നങ്ങളുമില്ല, സുഖജീവിതം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ഞാൻ ഈ വിദ്വാനോട് വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങേരും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ അവരോടും ചോദിച്ചു, അവരൊരു സംസ്കൃത പ്രൊഫസറാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, ജ്യോതിഷം കോളേജിലും കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, ഈ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. ഈ ഇരുന്നാൾ ചേർക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ കാരണം ചോദിച്ചാൽ അവർ പറഞ്ഞു, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനും പല ഗ്രന്ഥങ്ങളൊക്കെ തപ്പിപ്പോയിട്ടും ഈ വക സംഭവം ഒന്നും കാണുന്നില്ല. ഇങ്ങനെ പറയുന്നുണ്ട്, ആചാര്യന്മാർ പറയുന്നു, പിന്നെ ഏതോ ഗ്രന്ഥത്തിലൊക്കെ എഴുതി വെച്ചു. പക്ഷേ ജീവിതത്തിൽ വരുമ്പോൾ ഇരുന്നാൾ ഇരുന്ന് വാഴും ആ ഒരു പ്രവണതയുണ്ട്. പിന്നെ മുന്നാൾ മുടി പിടിച്ചാടും. ഈ മുന്നാൾ മുടി പിടിച്ചാടും എന്ന് പറഞ്ഞാൽ മൂന്നാം നാളാണ് അടിയായിരിക്കും. പിന്നെ അപൂർവം നാളുകൾ മാത്രം എന്തോ ചിലർ വരുമ്പോൾ ഇതൊരു പറയും ഞങ്ങൾ വലിയ പ്രശ്നമില്ലാന്നൊക്കെ നമ്മളോട് പറയുന്നു. എന്തായാലും നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ നമുക്കറിയില്ല. പിന്നെ ചില ദമ്പതികൾ 32 വയസ്സിൽ താഴെയുള്ള ദമ്പതികളൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നം ആ 32 വയസ്സ് കഴിയുമ്പോഴേ തുടങ്ങുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ചിലർക്ക് ഈ മൂന്നാം നാളൊക്കെയാണ് പ്രശ്നമെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, പന്തലിൽ വെച്ച് അടി തുടങ്ങിയിട്ടുണ്ട്. വിവാഹ പന്തലിൽ വെച്ച് അവരുടെ ആ വിയോജിപ്പ് അവരവിടെ നിന്ന് തുടങ്ങി. അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത്, മുന്നാൾ മുടി ചൂടിയല്ല വാഴുന്നത്, മുടി പിടിച്ചാടും. മുടി പിടിച്ചാടാന്ന് പറഞ്ഞാൽ പരസ്പരം മുടി കുത്തിപ്പിടിച്ച് ആടും. ഈ മൂന്നാം നാളും ഷഷ്ടാഷ്ടമം, അഷ്ടമഷഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഡിവോഴ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, ആചാര്യം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഉൾക്കൊള്ളണ്ട. ആചാര്യന് കുഴപ്പമുണ്ടാവില്ല, നമുക്ക് കുഴപ്പമുണ്ടാവും. അപ്പോൾ ഈ ഞങ്ങൾ പറയുന്ന പൊരുത്തശോധന എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ പറയുന്നത് ഒരു നാൾ ചേർക്കാൻ പാടില്ല, മൂന്നാം നാൾ ചേർക്കാൻ പാടില്ല, മൂന്നാം കൂറ് അത് തന്നെ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ അതിൻ്റെ ശ്ലോകമൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കാറുണ്ട്, പെണ്ണുങ്ങളുടെ നിന്നല്ലേ തുടങ്ങണമെന്ന് ചോദിക്കുക. അപ്പോൾ പെണ്ണുങ്ങളുടെ നിന്നല്ലേ തുടങ്ങണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീ ജന്മതോ 2 3 5 6 വർജിക്കണമെന്നാണ് നമ്മളുടെ പ്രമാണമൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. എന്നിരുന്നാലും യുക്തി കൂടി ചിന്തിക്കുക. മുന്നിൽ നിന്നായാലും പിന്നിൽ നിന്നായാലും ഒരു കാരണവശാലും മൂന്നാം കൂറോ മൂന്നാം നാളൊന്നും എടുക്കാൻ പാടില്ല. കാരണം തീ വന്ന് കയ്യിൽ മുട്ടിയാലും കയ്യിൽ വന്ന് തീ മുട്ടിയാലും കൈ പൊള്ളും. അപ്പോൾ അത് തന്നെയാണ് ജീവിതം. പിന്നിൽ നിന്ന് സ്ത്രീയുടെ നിന്നാണോ പുരുഷൻ്റെ നോക്കണ്ട. മൂന്നാം കൂറ് മൂന്നാം നാൾ ഒരു കാരണവശാലും മുന്നിൽ നിന്നായാലും പിന്നിൽ നിന്നായാലും നോക്കണ്ട. സ്ത്രീ ദീർഘപ്പൊരുത്തം ഇതൊക്കെ വെറുതെ ശുദ്ധ തട്ടിപ്പാണ്. കാരണം ഇതന്നെ നമ്മുടെ അടുത്തൊരു പാർട്ടി വിളിച്ചു പറഞ്ഞു, വിശാഖം നക്ഷത്രമാണ് സ്ത്രീയുടെ നാൾ, തിരുവോണം നക്ഷത്രം ചേരില്ല. ആചാര്യം കണ്ടെത്തി വിശാഖം മുക്കാലാണ്. കാരണി ചേരില്ലെന്ന് നമ്മളും പറയും. കാരണം എന്ന് വെച്ചാൽ മൂന്നാം കൂറ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് മുക്കാലാണ്, പിന്നെന്താ ചേരാത്തതിന് ഇപ്പോൾ 7-ാം നാളാണ്. 7-ാം നാൾ വന്നു കഴിഞ്ഞാൽ വൈദവിദോഷം ഉണ്ടെന്നാണ് എഴുതി വെച്ചാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ഇതിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അബദ്ധത്തിൻ്റെ പിന്നാലെ പോയി ജീവിതം തളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ പറയുന്ന 5 പൊരുത്തമാണ് ആകെ. രാശിപ്പൊരുത്തം നോക്കുക, രാശാധിപ പൊരുത്തം നോക്കുക, അതായത് അധിപനെ നോക്കാൻ. അപ്പോൾ രാശി എന്ന് പറഞ്ഞാൽ നാളിനെ നോക്കാൻ തന്നെ പറയുന്നത്. രാശാധിപൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധിപൻ, അതായത് ചൊവ്വയും ബുധനും വന്നു കഴിഞ്ഞാൽ അവർ ശത്രുക്കളാണ്. ഈ ശത്രുക്കൾ തമ്മിൽ കെട്ടിയാൽ, അതായത് അശ്വതി നക്ഷത്രവും അത്തം നക്ഷത്രവും ഒക്കെ വളരെ ശ്രേഷ്ഠം എന്നൊക്കെ പറഞ്ഞ് പല ആചാര്യന്മാരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ അംഗം തുടങ്ങിക്കഴിഞ്ഞു. ഈ അംഗത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെയുള്ള സൊല്യൂഷൻ അറിയുക, നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ നക്ഷത്രം അറിയുക, അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടുള്ള ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. കാരണം അതിന് തന്നെ നമ്മൾ ഉപായം പറഞ്ഞാൽ ആദ്യം ക്ഷമിക്കാൻ പഠിക്കുക, പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും, അത് ശീലമാക്കുക. അപ്പോൾ അത് രണ്ടും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ജീവിതം അങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രാശിപ്പൊരുത്തം, രാശാധിപ പൊരുത്തം, പിന്നെ മൂന്നാം കൂറ്, ഷഷ്ടാഷ്ടമം, യോനിപ്പൊരുത്തം, ഈ 5 പൊരുത്തം ഏതെങ്കിലും ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വിവാഹബന്ധത്തിന് തയ്യാറാവരുത്. കാരണം എന്ന് വെച്ചാൽ യോനിപ്പൊരുത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോനിപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ പുരുഷയോനി സ്ത്രീയോനി നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ അശ്വതി നക്ഷത്രം എന്ന് പറയുമ്പോൾ
അത് പുരുഷയോനി നക്ഷത്രമാണ്. അത്തം നക്ഷത്രം എന്ന് പറയുന്നത് അത് സ്ത്രീയോനി നക്ഷത്രമാണ്. അപ്പോൾ ഇങ്ങനെ യോനിപ്പൊരുത്തം നമ്മൾ 27 നക്ഷത്രങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പൈസ കൊടുത്താൽ ഒരു പഞ്ചാംഗം കിട്ടും. ഒരു ചില പഞ്ചാംഗം 50 രൂപ, ചിലത് 100 രൂപ, 90, അങ്ങനെ പല റേറ്റ് ഉണ്ട്, 80 രൂപ. അപ്പോൾ നമുക്കറിയേണ്ടത് നമ്മളൊരു പഞ്ചാംഗം വാങ്ങിച്ചു വയ്ക്കുക. അതിൻ്റെ ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ 2ാം പേജിലൊക്കെ ഈ യോനി നക്ഷത്രങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ ദേവത എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ യോനി എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് തന്നെ നോക്കാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ നോക്കി ഈ വക സിമ്പിളായ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറിഞ്ഞിട്ട് വേണം ആചാര്യൻ്റെ അടുത്തേക്ക് ഈ 2 ജാതകങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ പൊരുത്തം നോക്കാൻ പോകേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് പറയുമ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ ആളോട് തർക്കിക്കാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ ആളെ നോക്കേണ്ട അടുത്ത ആളെ നോക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതമാണ്. കുട്ടികളും ചിന്തിക്കുക ഇത് നമ്മളുടെ ലൈഫാണ്. അപ്പോൾ നമ്മളുടെ ലൈഫ് നമ്മൾ അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം. അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കാവുന്നതാണ്. പ്രേക്ഷകരുടെ സംശയങ്ങളാണ് പ്രണവത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. സംശയങ്ങൾ ടെലിഫോണിലൂടെ ചോദിക്കുന്നത് ദയവായി ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം.